മറ്റൊരു സങ്കടപ്പെടുത്തുന്ന ക്രൂരതയുടെ വാർത്ത ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നു. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അമ്മയും അമ്മൂമ്മയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. അംഗനവാടി അധ്യാപകരുടെയും അവിടെയുള്ള മറ്റു രക്ഷകർത്താക്കളുടെയും ഒക്കെ ഇടപെടലിലൂടെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ ഇപ്പോൾ ആലപ്പുഴയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാജി, 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അമ്മയും അമ്മൂമ്മയും ചേർന്ന് മർദ്ദിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. എന്താണ് സംഭവിച്ചത്? ചേർത്തലയിലാണ് സംഭവം നടന്നത്. ഈ കുട്ടിക്ക് ഇന്നലെ അംഗൻവാടിയിൽ ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് കുട്ടിയുടെ ശരീരത്തിൽ പാടുകൾ കണ്ടത്. ഈ പാടുകൾ കണ്ടതോടുകൂടി അധ്യാപിക PTA മറ്റും വിളിക്കുകയായിരുന്നു. PTA വന്ന് പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ കഴുത്തിലും അതോടൊപ്പം തന്നെ മുഖത്തുമൊക്കെ തന്നെ നിരവധി പാടുകൾ കണ്ടു. കാര്യം അന്വേഷിച്ചപ്പോൾ ഈ കുട്ടി തന്നെ പറഞ്ഞു അമ്മ സ്കെയിൽ വെച്ച് മുഖത്തടിച്ചുവെന്നും അതിനുശേഷം അമ്മമ്മ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നും പറഞ്ഞു. ഈ പാടുകളൊക്കെയാണ് കണ്ടത്. ഉടൻ തന്നെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ ചേർത്തല പോലീസ് പെട്ടെന്ന് തന്നെ ഇടപെടുകയും അതിനുശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിവരം അറിയിക്കുകയും ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ആളുകൾ എത്തി കുഞ്ഞിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിനുശേഷം അവർ ഏറ്റെടുത്തു. ഇതിനു മുൻപും ഈ കുട്ടിയുടെ പിതാവും ഈ കുട്ടിയെ മർദ്ദിച്ചിരുന്നു. അന്ന് ഈ കുട്ടിയുടെ പിതാവിനെതിരെ കേസെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം സ്ഥിരം മദ്യപാനിയായിരുന്നു. അയാൾ അന്ന് ജയിലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഈ ചേർത്തല സ്വദേശികളായ ഈ മാതാവും അമ്മമ്മയും ചേർന്ന് ഈ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്താണ് ഇതിന് കാരണം എന്നറിയില്ല. ഒരു പാവം പിടിച്ച ആൺകുട്ടിയാണ്, 5 വയസ്സ് മാത്രമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ ആ കുഞ്ഞിനെ മർദ്ദിക്കുന്നു, ഇപ്പോൾ അമ്മയും അമ്മൂമ്മയും മർദ്ദിക്കുന്നു. ആ കുഞ്ഞിന്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കൂ. ഒന്നും അറിയാത്ത പ്രായത്തിൽ എന്തിനാണെന്ന് പോലും അറിയാതെ ഈ മർദ്ദനം ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതാ സ്കൂളിലെ അധ്യാപികയും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷകർത്താക്കളും ഒക്കെ സംയോജിതമായി ഇടപെട്ടതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കുഞ്ഞിനെ കൈമാറിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഏതെങ്കിലും തരത്തിൽ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നുണ്ടോ? കേസോ മറ്റോ വരുന്നുണ്ടോ ഈ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിച്ചവർക്കെതിരെ? ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള പരാതികൾ ഈ അമ്മയ്ക്കെതിരെ പോലീസ് ചെല്ലുകയും പോലീസ് പലതവണ വിളിച്ച് താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്ത് വിട്ടിരുന്നു. നമുക്കറിയാം, ഒരു അമ്മയായതുകൊണ്ട് തന്നെ പോലീസിനൊരു പരിധിയുണ്ട് ഇടപെടുന്നതിന്. പക്ഷേ എങ്ങനെയാണ് അമ്മയെന്ന് വിളിക്കുക ഷാജി? കാരണം നോക്കൂ, ആ കുഞ്ഞിനെ മർദ്ദിച്ച് വച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് ഇതിനെയൊക്കെ അമ്മയെന്ന് വിളിക്കുക? ഇനിയിപ്പോ എന്തായാലും പോലീസ് ഇന്ന് അനന്തര നടപടികളിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അമ്മയും അമ്മൂമ്മയൊക്കെ തന്നെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യും. അതിനുശേഷം അടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമുക്കിന്ന് കാണുന്നത്. മനു, തീർച്ചയായും ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നോക്കൂ, എത്രമാത്രം സങ്കടപ്പെടുന്ന വാർത്തയാണ്. ഒരു പിഞ്ച് കുഞ്ഞാണ്, 5 വയസ്സ് തികഞ്ഞിട്ടില്ല. അതിനെ നേരത്തെ പിതാവിൻ്റെ ഭാഗത്തുനിന്ന് മർദ്ദനമുണ്ടാകുന്നു. പിതാവ് മരണപ്പെട്ടപ്പോൾ ഇപ്പോൾ അമ്മയും അമ്മൂമ്മയും ചേർന്ന് മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടിക്ക് മനസ്സിലാകുന്ന പോലും ഉണ്ടാകില്ല എന്തിനാണ് തന്നെ ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പാവം, അത്രമാത്രം കഷ്ടം തോന്നുന്നു നമുക്ക് ആ വാർത്ത കേൾക്കുമ്പോൾ. ശക്തമായ നിയമ നടപടി സ്വീകരിക്കട്ടെ. ഇവരെ പോലുള്ളവരെ അമ്മയെന്നോ അമ്മൂമ്മയെന്നോ അച്ഛനെന്നോ വിളിക്കാൻ പോലും അർഹതയില്ലാത്ത മനുഷ്യരാണ് അവർ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.